ഇന്ന് നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന 10th ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് കണക്ഷനും റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലും കണക്ഷനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് കമ്പയർ ചെയ്യുക, അതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്, ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ്, അതായത് ടോട്ടൽ ആ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇൻ പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, ദാറ്റ് മീൻസ് അതിൻ്റെ ടോട്ടൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് വൺ, കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇസ് സെയിം ആസ് ദ മെയിൻ കറണ്ട്, അതായത് സീരീസ് കോമ്പിനേഷനിൽ എന്ത് ചേഞ്ച് ആവില്ല, കറണ്ട് ചേഞ്ച് ആവില്ല. ബട്ട് ഇൻ പാരലൽ കണക്ഷൻ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദി വാല്യൂ ഓഫ് റെസിസ്റ്റർ. അതായത് പാരലൽ കണക്ഷനിൽ ഓൾറെഡി നമ്മൾ ആ കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പാരലൽ കണക്ഷനിൽ ആ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ എമൗണ്ട് ഉണ്ടാവുക. പക്ഷേ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കറണ്ട് തന്നെയായിരിക്കും രണ്ട് റെസിസ്റ്ററിലൂടെയും കടന്നു പോവുക. മൂന്നാമത്തത്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദി വാല്യൂ ഓഫ് റെസിസ്റ്റർ. അതായത് സീരീസ് കോമ്പിനേഷനിൽ എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഓരോ റെസിസ്റ്ററിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഇൻ പാരലൽ കണക്ഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദി സെയിം. പക്ഷേ പാരലൽ കണക്ഷനിൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. Fourth one, each resistor cannot be controlled by separate switch because circuit is broken. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിനെ വെച്ചിട്ട് നിങ്ങളോട് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷനിലാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ ഓരോ ഡിവൈസിന്, അതായത് ഓരോ റെസിസ്റ്ററിനെയും ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മൊത്തമായിട്ട് ഒരു സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റൂ. അഥവാ നമ്മൾ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ആ സർക്യൂട്ട് എന്താവും, ബ്രോക്കൺ ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ സീരീസ് കോമ്പിനേഷനിൽ എന്ത് പറ്റില്ല, ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ പാരലൽ കണക്ഷൻ ഈച്ച് റെസിസ്റ്റർ വിൽ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ച്. പാരലൽ കോമ്പിനേഷനിലാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ റെസിസ്റ്ററിനെയും ഇൻഡിവിജ്വൽ സ്വിച്ച് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, പാരലൽ കണക്ഷനായിട്ട് ചെയ്യുന്നത്, പാരലൽ കണക്ഷനിൽ ഡിവൈസിനെ കണക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A few heating appliances are shown in figure. Examine any one of them and answer the following question. റെക്കോർഡ് ദി ആൻസർ ഇൻ യുവർ സയൻസ് ഡയറി. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ തന്നിട്ടുള്ള ഹീറ്റിംഗ് ഡിവൈസസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കി ചേഞ്ച് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരിക്കും, ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിലാണ് ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുന്നത്, ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദിസ് പാർട്ട്. അതായത് ഹീറ്റിംഗ് കോയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ എന്താ, നിക്രോമാണ് അല്ലേ. ഓൾറെഡി നിക്രോമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ അല്ലേ. അപ്പോൾ നിക്രോമാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് ഡിവൈസസിൽ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. The next question, what are the peculiarities of such a substance? അതായത് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹൈ റെസിസ്റ്റിവിറ്റി. Second one, high melting point. Third one, ability to remain in red hot condition for a long time without getting oxidized.
ഫോർത്ത് വൺ, തേർമൽ എക്സ്പാൻഷൻ ഇസ് നെഗ്ലിജിബിൾ. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ ലോങ് ടൈമിൽ റെഡ് ഹോട്ടായിട്ട് റിമൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് സേഫ്റ്റി ഫ്യൂസ് എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ആർ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറൻറ്റ് ലീഡിങ് ടു മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ? അതായത് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യാൻ കാരണമാകുന്ന രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ് രണ്ട് കണ്ടീഷൻ? ഫസ്റ്റ് വൺ ഓവർലോഡിങ്, സെക്കൻഡ് വൺ ഷോർട്ട് സർക്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദി ഫ്യൂസ് വയർ കണക്റ്റഡ് ടു ദി സർക്യൂട്ട്? ഇൻ സീരീസ് ഓൺ പാരലൽ? ആൻസർ ഇൻ സീരീസ്. അതായത് എങ്ങനെയാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നുള്ളത്? എന്താണ്, സീരീസായിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ആകുമ്പോൾ നമ്മളുടെ എല്ലാ സർക്യൂട്ടും എന്തായിരിക്കണം, സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സീരീസായിട്ട് മാത്രമേ ഫ്യൂസ് വയർ എപ്പോഴും കണക്ട് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു നോ ദാറ്റ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ മോർ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്യൂസ് വയർ ഡ്യൂ ടു ദിസ്? അതായത് ജൂൾസ് ലോ അനുസരിച്ചിട്ട് കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഹീറ്റ് കൂടുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ, അതായത് ഫ്യൂസ് വയറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും സംഭവിക്കുക? ഫ്യൂസ് വയർ മെൽറ്റ്സ്. ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉരുകിപ്പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഹീറ്റ് ഈസ് ജനറേറ്റഡ് വൈ ഡസ് ദ ഫ്യൂസ് വയർ മെൽറ്റ്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും? ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഫ്യൂസ് വയർ ഇസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് അതർ മെറ്റൽസ്. അതായത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും എലോയി ആണ് ഫ്യൂസ് വയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്തു പോകും? മെൽറ്റ് ചെയ്ത് പോകും. Next question, when the fuse wire melts, the circuit is broken. What happens to the current in the circuit? അതായത് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കറണ്ടിന് എന്താ സംഭവിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താ? ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് സ്റ്റോപ്സ് സൈമൾട്ടേനിയസ്ലി വിത്ത് ദി മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യും. കാരണം എപ്പോഴും ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്തായിരിക്കണം? ഒരു കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പായിരിക്കണം. അവിടെ ഒരു ബ്രേക്കേജ് സംഭവിച്ചാൽ അവിടത്തേക്കൂടെ എന്ത് പാസ് ചെയ്യില്ല? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is the fuse used in a circuit called safety fuse and explain? അതായത് എന്തുകൊണ്ടാണ് ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് വിളിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ദ കറണ്ട് ഇൻ ദി സർക്യൂട്ട് മേ ഇൻക്രീസ് ഡ്യൂ ടു ദി റീസൺസ് സച്ച് ആസ് ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട്, എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഓർ എനി പ്രോബ്ലംസ് ഇൻ ഇൻസുലേഷൻ. As the higher temperature produced in the circuit due to these reasons makes the fuse wire to melt and the flow of current stops. Thus, the circuit and the appliances are protected. അതായത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. എക്സസീവ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാകുമ്പോൾ, അതായത് ഷോർട്ട് സർക്യൂട്ടിങ്, ഓവർലോഡ് അല്ലെങ്കിൽ ഇൻസുലേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കറണ്ട് ഫ്ലോ ഉണ്ടാകുകയും കറണ്ട് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വളരെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയി ആയ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. ആ മെൽറ്റ് ചെയ്യുന്ന വഴി കറണ്ടിൻ്റെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും അത് സർക്യൂട്ടിനെയും അത് കണക്ട് ചെയ്ത അപ്ലയൻസസിനെയും കേടുകൂടാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, അത് ഉപയോഗിക്കുന്ന നമ്മളുടെ ലൈഫും നമ്മളുടെ ജീവനും അതെന്താക്കും? സേഫാക്കി വെക്കും. അതുകൊണ്ടാണ് ഇതിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഫ്യൂസ് വയർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ എ ഹൗസ് ഹോൾഡ് വയറിംഗ് വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ? ഒരു ഹൗസ് ഹോൾഡ് വയറിൽ ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ,
The ends of fuse wire must be connected firmly at appropriate points. Okay, second one, the fuse wire should not project out of the carrier base. Third one, use the fuse wire of proper amperage. അടുത്ത question, you might have noticed the marking of 500 watt on the electrical appliances. What does it indicate? Answer, it indicates the power of instrument. The amount of energy consumed by an electric appliance in unit time is its പവർ. അതായത് നമുക്ക് നോർമലി നമ്മളൊരു അപ്ലയൻസ് വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തായിട്ട് എന്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും? അതിൻ്റെ പവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? 500 വോൾട്ട് 200 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈ അടയാളപ്പെടുത്തിയത്, ഈ വോട്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അത് എന്താണെന്നാണ്. ഓഫ് കോഴ്സ് അതെന്താണ്? പവറാണ് അല്ലേ? ഓരോ ഡിവൈസിൻ്റെയും പവറിന് അത് അതിൻ്റെ പുറത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ദെൻ വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വോട്ടാണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് വോട്ടാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് തീർന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി അടുത്ത ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.